ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവസുറ്റതായ മാനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ലോകമാസകലം അനിഷേധ്യനായ നേതാവെന്ന നിലയിൽ സ്വാധീനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നന്മ കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയതായ നമ്മളുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി കടന്നുപോയിട്ട് ഇന്നേക്ക് 70 ദിവസം തികയുകയാണ്. വത്സല പിതാവിൻ്റെ ഓർമ്മയുടെ മുമ്പിൽ ഞാൻ നമ്രശിരസ്കനാകുവാൻ ആഗ്രഹിക്കുന്നു. പിതാവ് തൻ്റെ ജീവിതത്തിൽ തൻ്റെ മേൽപ്പെട്ട സമയത്ത് എടുത്ത പ്രത്യേകമായ ആ ആപ്തവാക്യം മോട്ടോ നമ്മളെല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. മിസറാന്തോ അക്വേ എലിജേന്തോ, അതായത് കരുണയോട് കണ്ട് തിരഞ്ഞെടുത്ത് എന്നോട് പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക. വിശുദ്ധ ബീഡ് എന്ന പരിശുദ്ധനായ സഭാപിതാവിൻ്റെ പ്രസംഗത്തിലെ കുറിപ്പാണ് ഇത്. മത്തായി ശ്ലീഹായെ കർത്താവ് വിളിക്കുന്ന സംഭവം, ചുങ്കക്കാരനായ മത്തായിയെ വിളിക്കുന്ന അവസരത്തിൽ ഈ ബീഡ് എന്ന് പറയുന്ന വിശുദ്ധൻ പറഞ്ഞ വാക്കുകളാണ്. അതായത് കരുണയോട് കണ്ട് തിരഞ്ഞെടുത്ത് അവൻ എന്നോട് പറഞ്ഞു സെക്വേരേ മേ, എന്നെ നീ അനുഗമിക്കുക. അതിശ്രേഷ്ഠമായ ഈ ദിനത്തിൽ എനിക്ക് തോന്നുന്നു ഈ വാക്കുകൾക്ക് വളരെയേറെ അർത്ഥമുണ്ട്. നമ്മളുടെ വത്സല പിതാവ് ഇഗ്നാത്യൂസ് പിതാവ് മെത്രാനായതിൻ്റെ ഈ പരിശുദ്ധമായ ദിനത്തിൽ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ, സഭയുടെ അടിസ്ഥാന ശിലയായിരിക്കുന്ന പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ അനുഗ്രഹിക്കപ്പെട്ടതായ തിരുനാൾ കഴിഞ്ഞ 13 ദിവസമായി നമ്മൾ അനുഷ്ഠിച്ചു വന്ന പുണ്യപ്പെട്ട 13 നോമ്പിൻ്റെ സമാപനം നമ്മുടെ പുണ്യപിതാവും ധന്യനുമായ പരിശുദ്ധ ഇവാനിയോസ് പിതാവ് മെത്രാനായതിൻ്റെ 100-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന, ശതാബ്ദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പിതാവിൻ്റെ ജന്മസ്ഥലത്ത് വെച്ച് പിതാവ് നമുക്ക് വേണ്ടി കാത്തിരുന്ന ഈ 2ാമത്തെ അനുഗ്രഹീതമായ നിക്ഷേപം പോളികാർപ്പസ് തിരുമേനിയും, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സഭയുടെ അനിഷേധ്യനായ പിതാവായി 41 വർഷം സഭയെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് കടന്നുപോയ അഭിമന്യനായ ഗ്രിഗോറിയോസ് പിതാവ് മെത്രാഭിഷേകം സ്വീകരിച്ച് തിരുവനന്തപുരം അധിപത്യാസനത്തിൻ്റെ മെത്രാനായി സ്ഥാനാരോഹണം ചെയ്തതിൻ്റെ 70-ാമത്തെ വർഷം. നമ്മുടെ സഭയിൽ, പരിശുദ്ധ സഭയിൽ ശൗൽ എന്ന പ്രത്യേക നാമധേയം വഹിച്ചിരുന്ന പരിശുദ്ധനായ പ്രിയപ്പെട്ട ജോസഫ് മാർ സേവേരിയോസ് പാളക്കുഴി മെത്രാച്ചൻ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ 70 വർഷത്തിൻ്റെ ഈ നാളിൽ നമ്മളുടെ സഭയ്ക്ക് ആകമാനമായ ശ്രേഷ്ഠമായ നേതൃത്വം നൽകുവാൻ സിറിൽ പിതാവിനെ പോലെയുള്ള വളരെ ക്രാന്തദർശിയായ ഒരു തിരുമനസ്സിനെ കണ്ടെത്തിയ തിരുവല്ല അധിപത്യാസനത്തിൻ്റെ 3ാമത്തെ മെത്രാപ്പോലീത്ത അഭിമന്യനായ സക്രിയാസ് മാർ അത്തനാസ്യൂസ് തിരുമേനി സ്ഥാനാരോഹണം ചെയ്ത ഈ പുണ്യദിനത്തിൽ നമുക്ക് ഈ സന്തോഷത്തിൻ്റെ അനുഗ്രഹം ദൈവം തരികയാണ്. പുനരൈക്യ ശുശ്രൂഷയുടെ ശതാബ്ദിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടം, ഓണാട്ടുകരയിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ വലിയ അനുഗ്രഹിക്കപ്പെട്ടതായ സ്ഥാനാരോഹണ ശുശ്രൂഷ, മാവേലിക്കര സുന്നഹദോസും പാടിയോലയും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാകുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. മലങ്കര സഭയുടെ അനിഷേധ്യമായ പൗരാണികത്വവും അതുപോലെ തന്നെ വിശ്വാസപരമായും ആരാധനപരമായ എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാവേലിക്കരയിൽ വെച്ച് സുന്നഹദോസ് കൂടിയ ഈ പുണ്യസ്ഥലത്ത് വെച്ച് ശ്രീബുദ്ധൻ്റെ അനുഗ്രഹീതമായ പ്രതിമ ശില
ഉള്ളതായ ഈ മണ്ണിലെ ഇതാ നമ്മളുടെ അഭിമന്യനായ പോളികാർപ്പസ് തിരുമേനിക്ക്, അഭിമന്യനായ ഇഗ്നാത്യോസ് തിരുമേനി തൻ്റെ ഈ ശുശ്രൂഷ പരിശുദ്ധ ബാവാ തിരുമേനിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ ചിന്ത, സഭയിലെ വലിയ അനുഗ്രഹീതനായ കർത്താവ് മടിയിൽ വെച്ചിരുന്ന് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അന്ത്യോക്യയുടെ അഗ്നിമയനായ മാർ ഇഗ്നാത്യോസ്, ആ ഇഗ്നാത്യോസ് തൻ്റെ റോമിലേക്കുള്ളതായ യാത്രാമധ്യേ തൻ്റെ ആ വലിയ പീഡാനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിനുള്ള ആ യാത്രയിൽ സ്മീർണയിലെ പോളികാർപ്പസ് തിരുമേനിക്ക് എഴുതി എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്നത് സത്യത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു കൂടിച്ചേരലാണ്. അന്ന് ഇഗ്നാത്യോസ്, പരിശുദ്ധനായ ഇഗ്നാത്യോസ് സ്മീർണയിലെ സഭയ്ക്ക് എഴുതിയെങ്കിൽ ഇന്ന് ഈ പരിശുദ്ധമായ കൂദാശയോട് ചേർന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇഗ്നാത്യോസ് തിരുമേനി, ഇഗ്നാത്യോസ് പിതാവിനെ നമുക്കെല്ലാവർക്കും ഏറെ പരിചിതനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രവർത്തന ശൈലി കൊണ്ട്, മതാന്തര സംവാദം കൊണ്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരാവശ്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം ഓടിയെത്തുന്നതായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പിതാവ്, ഞങ്ങളെല്ലാം കാലിൽ ചിറക് വെച്ച തിരുമേനി എന്ന് വിളിക്കുന്ന നമ്മുടെ ഇഗ്നാത്യോസ് തിരുമേനി ഇതാ ഇന്നേ ദിവസം ഈ വലിയ കർമ്മകുശലത കൊണ്ടും വിദ്യാഭ്യാസ വിചക്ഷണ എന്നുള്ള തലത്തിലും സഭയിലെ വിവിധങ്ങളായ ശുശ്രൂഷകളും സമൂഹത്തിൻ്റെ ശുശ്രൂഷകളും സന്തോഷത്തോടു കൂടി ഏറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടുവന്നതായ ഓണാട്ടുകരയിലെ തന്നെ പ്രിയപ്പെട്ടവനായ മലങ്കരക്കാവിൽ മത്തായി അച്ഛൻ എന്ന തിരുമേനിയെ ഈ ചുമതല ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പരിപാലനയിലും അനുഗ്രഹത്തിലുമാകുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്രായേൽക്കാരുടെ ചരിത്രത്തിൽ, വേദപുസ്തകത്തിൽ 42 രാജാക്കന്മാർ അവരെ ഭരിച്ചു. 42 രാജാക്കന്മാർ, തെക്ക് വടക്ക് എന്നീ രാജ്യങ്ങൾ, ഇസ്രായേലും യൂദയായും. പ്രിയപ്പെട്ടവരെ, അവിടെയെല്ലാം ഉയർന്നു വരുന്ന ഒരു നാമമുണ്ട്. ആ നാമമാണ് ദാവീദ്. ഈ 42 രാജാക്കന്മാർ, പ്രത്യേകിച്ച് 39 രാജാക്കന്മാർ അളക്കപ്പെട്ടുകൊണ്ടിരുന്നത് ദാവീദ് എന്ന് പറയുന്ന ആ മഹാരാജാവിൻ്റെ ആ പ്രതിമയിലൂടെയാണ്, അല്ലെങ്കിൽ ആ പ്രതീകത്തിലൂടെയാണ്. നമുക്കറിയാം, ദാവീദ് രാജാവ് വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു, ആട്ടിടയനായിരുന്നു. പക്ഷെ ദൈവം ഇദ്ദേഹത്തെ കാണുകയും ഇതാ വലിയ അനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത് നമുക്കറിവുള്ള കാര്യമാണ്. കുറവുകൾ കൊണ്ട് ഒരു പക്ഷെങ്കിൽ മറ്റാരെയുംക്കാൾ മുമ്പിലാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പശ്ചാത്താപത്തിലും പ്രായശ്ചിത്തത്തിലും അങ്ങനെ ദൈവസ്തുതികളിലും തീവ്രനായിരുന്നതായ ഈ ദാവീദിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ദാവീദിനെ സംബന്ധിച്ചാണ് പിന്നീട് വന്ന എല്ലാ രാജാക്കന്മാരും അളക്കപ്പെട്ടത്. അവരെ ദാവീദിനോടൊപ്പം തന്നെ വിശ്വസ്തരായിരുന്നെന്നോ അല്ലെങ്കിൽ ദാവീദിനെ പോലെ വിശ്വസ്തരായിരുന്നില്ല എന്നോ ആണ് അവിടെ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, തെറ്റിപ്പോയ വഴികളാണെങ്കിലും പശ്ചാത്താപത്തിൻ്റെയും മഹത്വത്തിൻ്റെതുമായ ഇടങ്ങളിലേക്ക് കടന്നു വന്ന ഈ ദാവീദ് ദീർഘദർശിയെക്കുറിച്ച് പറയാൻ കഴിയുന്നത് സ്നേഹം കൊണ്ട് കർത്താവിനെ, ദൈവത്തെ വീർപ്പുമുട്ടിച്ചവൻ എന്നാണ്. സ്നേഹം കൊണ്ട്, ദൈവഭക്തി കൊണ്ട് ദാവീദിനെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതുമായ ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെ നമ്മുടെ കർത്താവിൻ്റെ ആ പരമ്പര ഉണ്ടാകുവാനായിട്ട് ദാവീദ് മഹാരാജാവിനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവഭക്തർ, പ്രിയപ്പെട്ടവരെ, മരിക്കില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മരണമില്ല. ഇന്ന് ഞാൻ അത് പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ ഇന്ന് പറഞ്ഞതായ വാക്കുകളും ഇത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മരണമില്ല എന്നുള്ളതാണ്, അവർക്ക് വിടവാങ്ങലില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ
ഇഗ്നാത്യോസ് പിതാവ് ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ളതായ സ്ഥലത്തേക്കാണ് പിതാവ് മാറിപ്പോകുന്നതെങ്കിലും പിതാവിൻ്റെ ഓർമ്മ, പിതാവിൻ്റെ ശുശ്രൂഷ എന്നും സമ്പന്നമായി ഈ സഭാഗാത്രം ഓർത്തിരിക്കും. പിതാവിൻ്റെ ആ സേവന തൽപരതയും വളരെ ആർജവത്തോടുകൂടി ഏതൊരു വിഷയത്തെയും സമീപിക്കാൻ സാധിക്കുമാതിരി അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് വലിയ അനുഗ്രഹമായിരുന്നു. എല്ലാറ്റിലും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ഇടയന്മാർ ആ ആടുകളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുക. ആ കാര്യമാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിലൂടെ നാം കേട്ടത്. പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ഈ തിരുനാളിൻ്റെ ദിവസത്തിൽ നമുക്ക് ദൈവം തരുന്ന വചനം ഇതാണ്. നമ്മളെല്ലാവരോടും, പ്രത്യേകിച്ച് വൈദികരോടും മെത്രാന്മാരോടും അതുപോലെ തന്നെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ തിരുരക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടതായി ജനത്തെ നിന്നെ ഞാൻ ഏൽപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം മാത്രം നിന്നിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. നീ എന്നെ സ്നേഹിക്കുന്നുവോ ഇവരെക്കാൾ അധികമായി? നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതായ വലിയ കാര്യം. പ്രിയപ്പെട്ടവരെ, ആടുകളെ കണ്ടുകൊണ്ട് ഇടയ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. ഇടയനെ കണ്ടുകൊണ്ട് ആടുകളെ ശുശ്രൂഷയെങ്കിൽ മാത്രമേ അത് ശാശ്വതമായ ഒരു ശുശ്രൂഷയായി പരിണമിക്കുകയുള്ളൂ. അതിന് വലിയ വ്യത്യാസമുണ്ട്. മദർ തെരേസ നമുക്കെല്ലാം അറിയാം, കൽക്കട്ടയിലെ ഈ വിശുദ്ധ ആ അമ്മ നമ്മോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ, എൻ്റെ ഒരു ഉള്ളിലെ ആഗ്രഹം കൊണ്ടും ഉള്ളിൽ എനിക്ക് നന്മ ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ താല്പര്യം കൊണ്ടും ഞാൻ ഇറങ്ങിത്തിരിച്ചിരുന്നെങ്കിൽ ഈ ശുശ്രൂഷ കൂടിയാൽ 1 വർഷം അല്ലെ 1.5 വർഷം, അതിനു മുമ്പേ ഇത് തകർന്നു പോകും. എന്നാൽ ഞാൻ അൾത്താരയിൽ സ്വീകരിച്ചവനെ തെരുവിൽ കണ്ടുമുട്ടാനായിട്ട് എനിക്ക് കഴിയുന്നു എന്നുള്ള ബോധ്യമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ ഊർജ്ജസ്വലതയോടുകൂടി ഈ ശുശ്രൂഷയിൽ നിലനിൽക്കുവാനായിട്ട് എന്നെ സഹായിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിലല്ലാതെ നങ്കൂരമിടുവാനായിട്ട് എനിക്കോ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലുമോ ക്രിസ്തീയ സഭയിൽ അവകാശമില്ല എന്നുള്ളതാണ്. ഈ മഹത്തായ ഈ ശുശ്രൂഷ, ഈ സ്ഥാനാരോഹണ ശുശ്രൂഷയും വിടവാങ്ങൽ ശുശ്രൂഷയും നിർവഹിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ അനുഗ്രഹീതനായ ഇഗ്നാത്യോസ് പിതാവ് മറ്റെല്ലാറ്റേക്കാളുപരിയായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, യേശു ക്രിസ്തു പറഞ്ഞു തന്ന പാതയിലൂടെ നടക്കുവാൻ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് നടന്നു വന്ന ഒരു അനുഗ്രഹീതനായ കർമ്മയോഗി, അനുഗ്രഹീതനായ ആചാര്യ ശ്രേഷ്ഠൻ. അദ്ദേഹം ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട പോളികാർപ്പസ് പിതാവിനോട് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മളെല്ലാവരോടും പറയുന്നതും ഇത് തന്നെയാണ്. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, എ ഗിഫ്റ്റ് ഓഫ് പ്രീസ്ലി വൊക്കേഷൻ എന്ന് പറയുന്ന ക്ലർജിയുടെ ഡിക്കാസ്ട്രി പുറത്തിറക്കിയ ഒരു വലിയ ഒരു പഠിപ്പിക്കലുണ്ട്. റാസിയോ ഫണ്ടമെന്റാലിസ് ഇൻസ്റ്റിറ്റ്യൂഷ്യോണിസ് സാച്ചുറതാലിസ് എന്ന് പറയുന്ന ഗിഫ്റ്റ് ഓഫ് ദ പ്രീസ്ലി വൊക്കേഷൻ എന്ന് പറയുന്ന ആ പുസ്തകമാണ്. അതിനകത്തിൽ പൗരോഹിത്യത്തെയും പൗരോഹിത്യ രൂപീകരണത്തെയും അവർ 4 തലങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് പ്രൊപ്പഡ്യൂട്ടിക്കൽ സമയം. അതായത് ഈ കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ അറിയുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വരുന്നതായ, നമ്മളൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈനർ സെമിനറി, കോളേജ് പഠനം, അങ്ങനെയൊക്കെയുള്ളതായ കാലയളവ്. ഈ കാലയളവിൽ സഭ അവരോട് ആവശ്യപ്പെടുന്നത് കർത്താവിനെ അറിയുവാനും കർത്താവ് സ്വീകരിച്ചതായ മാറ്റമില്ലാത്ത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം കൊടുക്കാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാലഘട്ടമാണ് ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടം. ഈ ലോകത്തിൻ്റെ വിവിധങ്ങളായ ആശയങ്ങളും തത്വശാസ്ത്രവും പഠിച്ചുകൊണ്ട് മുന്നേറുന്നതായ ആ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സഭ അവരോട് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻഗമിക്കുക എന്നുള്ളതാണ്, അനുധാവനം ചെയ്യുക, ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതായ കാലഘട്ടമാണ്. അതിനുശേഷം ദൈവശാസ്ത്രത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ആ ദൈവശാസ്ത്രത്തിൽ പറയുന്നത് കൺഫോമിങ് ടു ജീസസ് ടു ദ ഷെപ്പേർഡ്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുവാനായിട്ടുള്ള പഠനമാണ് സത്യത്തിൽ
ഈ തിയോളജി കാലഘട്ടത്തിൽ വരുന്നത്. അതിനുശേഷമാണ് സത്യത്തിൽ പാസ്റ്ററൽ ടൈം അല്ലെങ്കിൽ അജപാലന ശുശ്രൂഷയിലേക്ക് മുഴുകി താൻ കണ്ട, താൻ അനുഭവിച്ച, താൻ അറിഞ്ഞ, താൻ അനുഗമിച്ച, താൻ താതാത്മ്യപ്പെട്ടു വന്നതായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിനെ എല്ലാവർക്കും നൽകുവാനായിട്ട് നമ്മളുടെ അഭിമന്യനായ പിതാവിനെ കർത്താവ് പ്രത്യേകമായി ക്ഷണിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 17 തവണ മഹാപുരോഹിതൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 17 തവണ. ഈ 17 തവണ പറയുന്ന എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു വരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫെയ്ത്ത്ഫുൾനെസ് ടു ഗാഡ്, ദൈവത്തോടുള്ള വിശ്വസ്തത. രണ്ടാമത്തെ കാര്യം, മേഴ്സി ടുവേർഡ്സ് ദ പീപ്പിൾ, ദൈവജനത്തോട് കാരുണ്യം. ദൈവജനത്തോട് കാരുണ്യവും ദൈവത്തോട് വിശ്വസ്തതയുമാണ് പ്രധാന പുരോഹിതൻ്റെ സവിശേഷതകളായി 17 തവണ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതായ സമയത്ത് പറഞ്ഞിട്ടുള്ളതായ സത്യം. പ്രിയപ്പെട്ടവരെ, അത് വളരെ വലിയ കാര്യമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഭാരതത്തിൻ്റെ പാരമ്പര്യമനുസരിച്ച് നമുക്ക് ദൈവത്തോട് വിശ്വസ്തരാകുവാൻ, നമുക്ക് മനുഷ്യരോട് കാരുണ്യത്തോടുകൂടി പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ ആദരവ്. നമ്മുടെ മനസ്സിൽ വേണ്ടത് ആദരവാണ്. ഇന്ന് ആ കാര്യം വളരെയേറെ കുറഞ്ഞു പോകുന്നുവെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആദരിക്കുവാനായിട്ട് നമ്മൾ മടിക്കുകയാണ്. 2, നമുക്ക് ബുദ്ധിയിൽ വേണ്ടത് ജ്ഞാനമാണ്. ജ്ഞാനം വേണം, തിരിച്ചറിവ്. ഹൃദയത്തിൽ നാം സ്നേഹമുള്ളവരാവണം. ശരീരത്തിൽ നമുക്ക് സമർപ്പണം ആവശ്യമാണ്. ആത്മാവിൽ നമുക്ക് നീതിബോധം ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് നമ്മൾ ദൈവപിതാവിനോടുള്ള വിശ്വസ്തതയും അതുപോലെ തന്നെ ദൈവജനത്തോട് കാരുണ്യവും കാണിക്കുക. സ്നേഹമുള്ളവരെ, ഈ കരുണ ലഭിച്ചവനെന്നുള്ള ബോധ്യത്തിൽ ദാവീദിനെ പോലെ ദൈവസ്നേഹവും ഭക്തിയും കൊണ്ട് നിറഞ്ഞവരായിത്തീരുവാൻ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. ജനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് മൂശയെപ്പോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഈ ദൈവത്തോടുള്ള വലിയ വിശ്വസ്തത, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവത്യാഗം അർപ്പിക്കുവാൻ വിളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പിതാവ് വിശുദ്ധ പോളികാർപ്പസിൻ്റെ നാമമാണ് ഏറ്റിരുത്തിയിരുന്നത്. ആദിമ നൂറ്റാണ്ടിൽ വിശുദ്ധ പോളികാർപ്പസിനെ നമ്മൾ കാണുന്നത് സ്മിർണയിലെ സഭയിലെ അധ്യക്ഷനായിട്ടാണ്. ഈ സ്മിർണയിലെ സഭയിലെ അധ്യക്ഷൻ, ആ പിതാവ് ഇതാ ചക്രവർത്തിമാരാൽ പിടിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുവാനായിട്ട് പോകുന്ന അവസരത്തിൽ പറഞ്ഞു, നിങ്ങളൊരു വയോധികനാണ്, നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോളികാർപ്പസ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഈ കാലമെല്ലാം അവൻ എനിക്ക് നന്മ ചെയ്തവനാണ്, എന്തിന് ഞാൻ അവനെ ഉപേക്ഷിക്കണം? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെയാണ് പോളികാർപ്പസിനെ അഗ്നികുണ്ഡത്തിലേക്ക് കെട്ടിയെറിയുന്നത്. അവിടെ ഈ തീപ്പന്തത്തിനോടൊപ്പം പ്രോജ്വലനാകുന്നതായ പോളികാർപ്പസിനെ കണ്ടുകൊണ്ട് ഈ രാജാവ്, അദ്ദേഹം ഭയങ്കരമായിട്ട് അസ്വസ്ഥനാകുകയാണ്. പടയാളികളോട് പറയുന്നു, കുന്തം കൊണ്ട് കുത്തി അദ്ദേഹത്തെ കൊല്ലുക എന്ന്. അങ്ങനെ കുന്തം കൊണ്ട് കുത്തി. നമ്മൾ കേൾക്കുന്നതായ കാര്യം, ആ ശരീരത്തിൽ നിന്ന് ഒരു മാടപ്രാവ് ഇങ്ങനെ ഇറങ്ങി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അത് ഏതൊരു മെത്രാനും പ്രത്യേകമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയും അവൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയോടുള്ളതായ സ്നേഹവും കൊണ്ട് നിറയുന്നതിന് വേണ്ടിയിട്ടാണ്. വേറെ ഒരു കാര്യത്തിലുമല്ല, ഈ കാര്യത്തിലാണ്. ആ വലിയ സ്നേഹത്തിൽ നിറയുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആരാധനാ സമൂഹത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. നമുക്കറിയാം, നമ്മുടെ ഈ മാവേലിക്കര എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ സ്ഥലമാണ്. മാവേലിക്കര സുന്നഹദോസ്, നമുക്കറിയാം, നമ്മുടെ പുത്തൻകൂർ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പ്രത്യേകമായ സുന്നഹദോസായിരുന്നു. ആ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ അനുഗ്രഹീതനായ പോളികാർപ്പസ് തിരുമേനിയെ ദൈവം നമുക്ക് നൽകി. നമ്മെക്കുറിച്ചും നമ്മുടെ ജനത്തെക്കുറിച്ചും
നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ആമോസ് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ്. കർത്താവേ, മാപ്പ് നൽകണമേ, യാക്കോബിന് എങ്ങനെ തനിയെ നിൽക്കാനാവും? അവൻ തീരെ ചെറിയവനല്ലേ. മനോഹരമായ വാക്കുകളാണ്. യാക്കോബിന് എങ്ങനെ തനിയെ നിൽക്കാനാവും? നീ അവനോട് കരുണയായിരിക്കണം, അവൻ തീരെ ചെറിയവനല്ലേ. എൻ്റെയും എനിക്ക് നൽകപ്പെട്ട മറ്റെല്ലാവരെയും, നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നമ്മെക്കുറിച്ചും നമ്മുടെ ജനത്തെക്കുറിച്ചും ഇതാവട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഉപേക്ഷിച്ച് തിന്മയിലേക്ക് പോകുന്നതിൻ്റെ ആഴങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം വളരെ പ്രത്യേകമായ ഒരു ശുശ്രൂഷയിലാണല്ലോ ഏർപ്പെട്ടിരിക്കുന്നത്. ഗ്രീഷ്മഫലം പഴുത്ത് പാകമാകുന്നത് പോലെ തിന്മ കൊണ്ട് നാട് ശിക്ഷാവിധിക്ക് പഴുത്തു നിൽക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ആ ഒരു അവസ്ഥാവിശേഷം. മദ്യവും ലഹരിയും സമൂഹത്തെ കാർന്നു തിന്നുന്നു. പെറ്റമ്മയെപ്പോലും ഉന്മാദ ലഹരിയിൽ ചുട്ടുകൊല്ലുന്നത് എത്ര ഭയാനകമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ആരോ പറഞ്ഞത് നമുക്കറിയാം. അത് ഏറെ സൂക്ഷ്മതയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനുള്ള ഒരു വെല്ലുവിളിയാകുന്നു എന്ന്. സ്പർദ്ധയും വെറുപ്പും ഭീകരപ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് ഇതാ നമ്മളെല്ലാവരും അസ്വസ്ഥരായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ആത്മഹത്യകൾ പെരുകുന്ന ഒരു കാലഘട്ടത്തിൽ, മാനസിക ആരോഗ്യം അമ്പെ താളടിയാകുന്ന ഒരു കാലഘട്ടത്തിൽ, സുരക്ഷിതത്വമില്ലാതെ നമ്മുടെ കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും നെട്ടോട്ടം നടത്തുന്നതായ ഒരു കാലയളവ്, അക്കരെ പച്ച കണ്ടെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന യുവതലമുറ, വിശ്വാസത്തേക്കാൾ സ്വയ താല്പര്യങ്ങൾക്കും സ്വയ ആരാധനയ്ക്കും കീഴ്പ്പെടുന്ന ആളുകൾ നിറയുന്ന കാലഘട്ടം, പണമുണ്ടെങ്കിൽ എല്ലാമായി, പണമില്ലെങ്കിൽ പിണം എന്നുള്ളതായ ചിന്ത വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് തുനിയുന്ന ദമ്പതികൾ, വിവാഹമേ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതാ കൂടുതൽ ഉണ്ടാകുന്നതായ ഒരു കാലഘട്ടം. തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ഈ ശൈലിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സമൂഹത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ട് തിരികെ മാടി വിളിക്കുവാൻ, അവൻ്റെ വചനം കൊണ്ട് ഇതാ എല്ലാവരെയും കർത്താവിന് വേണ്ടിയിട്ട് നേടിയെടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമ്മളുടെ പ്രിയപ്പെട്ട പിതാവിന് ദൈവം തന്നിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ മലങ്കര കത്തോലിക്ക സഭയുടെ പിതാക്കന്മാരെ സ്വീകരിക്കുന്ന അവസരത്തിൽ പറയുന്ന അല്ലെങ്കിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ഏലിയ പോൽ ഉജ്ജ്വലനും യൂഹാനോൻ പോൽ വ്രതവരനും, നിന്നെ വരിച്ച ഈ സഭ ധന്യ. അങ്ങനെയാണ്. അതെ, ഏലിയ പോൽ ഉജ്ജ്വലൻ. എലിയാ പ്രവാചകൻ നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിക്കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ലോകത്തിന് അറിയിച്ചവനാണ്. യൂഹാനോൻ പോൽ വ്രതവര്യനാണ്. കർത്താവിൻ്റെ മാറിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹഭാഷ്യം അത് ലോകത്തെ അറിയിച്ച വലിയ ശിഷ്യൻ. ഇവയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പുണ്യപിതാവ് ധന്യന്മാർ ഈവാനിയോസ് പിതാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒന്നാമത്തെ നമ്മുടെ നിക്ഷേപം ഈ മാവേലിക്കരയിലെ അത് അഭിമന്യനായ ഇഗ്നാത്യോസ് പിതാവ്, അദ്ദേഹം പടിയിറങ്ങുമ്പോൾ പിതാവ് തന്നെ കണ്ടെത്തുന്നതായ രണ്ടാമത്തെ ആ വലിയ നിക്ഷേപം അതാണ് നമ്മളുടെ പോളികാർപ്പസ് തിരുമേനി. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പിതാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവ് നമ്മെ ഭാഗ്യമോടെ നയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മാർപ്പാപ്പ തിരുമേനി ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുതിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കട്ടെ. എ ട്രൂ ലീഡർ ഈസ് ദ വൺ ഹു ഇൻസ്പയർസ് അസ് ടു ബി ദ ബെസ്റ്റ് ഓഫ് അവർസെൽസ്, ടു ബി ദ ബെസ്റ്റ് ഓഫ് അവർസെൽസ്. നമ്മളിലെ ഏറ്റവും നല്ലതായി തീരുവാൻ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാവ് എന്നുള്ളത്. ഈ സഭ, ഈ മാവേലിക്കര ഭദ്രാസനം അനുഗ്രഹീതരായ വൈദിക സഹോദരങ്ങളെ കൊണ്ട്, കൃപയുള്ളതായ വൈദികരെ കൊണ്ട് ഇതാ നിറഞ്ഞു നിൽക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറഞ്ഞതായ സന്യസ്തരെ, വളരെ സഭയോട് സ്നേഹം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതായ
നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളും അൽമായ സഹോദരങ്ങളും. പ്രിയപ്പെട്ട പിതാവെ, അങ്ങയുടെ കയ്യിലേൽപ്പിക്കുന്ന ഈ ദൈവജനത്തെ ഓർത്ത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതൊരു വലിയ ഉത്തരവാദിത്വമാകുന്നുവെന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ തുടർന്ന് വരുന്നുള്ള എല്ലാ പ്രാർത്ഥനകളിലും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പങ്കുചേർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടിയും ഈ സഭാഗാത്രത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൾ ബസീലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമേനി പിതാവ് മെത്രാനായതിൻ്റെ 25ാമത്തെ വർഷം നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ഈ മെത്രാഭിഷേകവുമായി ബന്ധപ്പെട്ട അല്ലെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷയാണ്. നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ നേതൃത്വം നൽകി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ പിതാവിനെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി ശിരസ്സുകൾ നമിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.